ഭാഷയായിരുന്നു കുറച്ച് മോശം. പക്ഷെ അത് നന്നാക്കി. ലാലേട്ടൻ്റെ ഒരു വഴക്കോടുകൂടി പുള്ളി ഉമ്മ പറഞ്ഞോടുകൂടി പുള്ളി ആൻസറിനുള്ള മകനാണ് അദ്ദേഹം. ടോപ്പ് 5 എത്താൻ ഡിസർവിംഗ് ആയിട്ടുള്ള ടോപ്പ് 3 ആയാലും അക്ബർ എത്താൻ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. നല്ല മനിതനാണ്. അയാളുടെ ഭാഷ അയാൾ റെഡിയാക്കിയപ്പോൾ അയാൾ ഓക്കെ ആയി. ഭാഷയായിരുന്നു കുറച്ച് മോശം. പക്ഷെ അത് നന്നാക്കി. ലാലേട്ടൻ്റെ ഒരു വഴക്കോടുകൂടി പുള്ളി ഉമ്മ പറഞ്ഞോടുകൂടി പുള്ളി ആൻസറിനുള്ള മകനാണ് അദ്ദേഹം. അത് നമുക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും ഗെയിം എന്താ പറയുക, പിന്നെ അതിനകത്ത് നിൽക്കുന്നവരെ നമുക്കിപ്പം സെലക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നല്ല ആൾക്കാരെ പുറത്തേക്ക് പോകുന്നൊരു സ്ട്രാറ്റജിയാണ് അവിടെ. ജനങ്ങളാ തീരുമാനിക്കേണ്ടത്. ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ പാവയുടെ കേസിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അത് വളരെ മോശമാണത്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. എന്ത് ചീഞ്ഞ ഗെയിമും കളിച്ച് ജയിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സ്ട്രാറ്റജി പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ബറിനെയൊക്കെ നിലനിർത്തുക, നമുക്ക് അതാ പറയാനുള്ളത്. നല്ല ഗെയിമറാണ്, തുടക്കം തൊട്ടേ നല്ല ഗെയിമറാണ്. തുടക്കം തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ടുള്ള നല്ല ഗെയിമറാണ്. ഞങ്ങൾ തമ്മിൽ ഓഫ് കോഴ്സ് ഒരുപാട് ഉണ്ടാവും ഗെയിമിൽ. പക്ഷെ എന്നാലും അക്ബർ എന്നുള്ള പേഴ്സൺ ഒരു വണ്ടി ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ അക്ബർ എന്നുള്ള സുഹൃത്ത് ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് ഗെയിമിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ ഗെയിമിന്റെ ഭാഗത്തിൽ അവിടെ തന്നെ നമ്മളത് പിന്നെ വൈകുന്നേരം ലൈറ്റ് മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അക്ബർ ഒരു ടാലന്റഡ് കൈയാണ്, ഭയങ്കര ടാലന്റഡ് കൈയാണ്. നിമിഷ കവിയാണ്. പിന്നെ അതുകൂടാണ്ട് അവനിങ്ങനെ അവൻ്റെ ഒരു ആക്ഷേപഹാസ്യം അതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലവർക്ക് അത് പിടിക്കില്ലായിരിക്കും. പക്ഷെ ചില ആക്ഷേപഹാസ്യമൊക്കെ നമ്മൾ തന്നെ കേട്ട് ചിരിക്കും. ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും കളിയാക്കുന്നത്. അപ്പൊ അങ്ങനെ അക്ബർ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൈയാണ്. അവൻ ഡെഫിനറ്റ്ലി ഡിസേർവ്സ്, മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ടോപ്പ് 5 എത്താൻ ഡിസർവിംഗ് ആയിട്ടുള്ള ടോപ്പ് 3 ആയാലും അക്ബർ എത്താൻ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എൻ്റെ എല്ലാപ്പോഴും ടോപ്പ് 5 അക്ബർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അക്ബറിനൊക്കെ വോട്ട് ചെയ്യുക, അക്ബറിനൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അത്രയും നന്നായിട്ട് ഈ ഗെയിം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അക്ബർ. അതെ, വെള്ളം കൂടി പിന്നെ ഞാൻ വാട്ടർ ബോട്ടിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളാണല്ലോ. വെള്ളം കുടിച്ച് വരാം. അതുകൊണ്ടാണ് ഫുഡിന്റെ ഉണ്ടാക്കുന്നത്. വെള്ളം കുടിച്ച് അത്ര അസുഖം ഉണ്ടാവില്ല. അത് നമുക്ക് നമ്മളിപ്പോ ഒരു ദിവസം പ്രത്യേകിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്ന ഗ്യാസ് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അതിനൊക്കെ നല്ലതാണ് വെള്ളം കുടിക്കുക ഫുൾ ടൈം. ഈ പറഞ്ഞ എന്താണ് എൻ്റെ പേര്, ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് ഭക്ഷണത്തിന് ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ അധികം കഴിക്കുന്ന ആളാണ്. ഭക്ഷണത്തിന് വേണ്ടി പ്രശ്നമൊന്നും ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഫുഡ് തന്നോണ്ടിരുന്ന കേട്ടാ. അവളുടെ ഒരു ചപ്പാത്തി നമ്മുടെ ഫുഡ് നമ്മൾ കുറച്ച് ബാക്കിയൊക്കെ എന്താ പറയുക, അവിടെ റേഷനാണല്ലോ. കുറച്ച് നെവിന് കൊടുക്കും, അല്ലെങ്കിൽ ആര്യന് കൊടുക്കും. കരയില്ലെങ്കിൽ ഫുഡ് അവന് ഭയങ്കര നിർബന്ധം. ഫുഡ് അങ്ങനെ അറിഞ്ഞ് നമ്മൾ ബാക്കി വെള്ളം കുടിച്ചാൽ കഴിഞ്ഞാൽ വയററിയും കിടന്നുറങ്ങാം. അവിടെ അവിടെ ഹായ് നമസ്കാരം. ഹായ് നമസ്കാരം. അല്ല, ഇപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ പരിപാടിക്ക് വന്നേക്കണം. അക്ബറിന്റെ അല്ലേ? അതെ. എന്താ ഇപ്പൊ അക്ബറിന്റെ ഒറ്റപ്പെടുത്തലാണ് ബിഗ് ബോസിന്റെ? അക്ബറൊക്കെ നല്ല ഗെയിമറല്ലേ ബ്രോ? അക്ബറൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് നമ്മൾ ആകർഷിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തോ? അഭിപ്രായം അക്ബറൊക്കെ നല്ല ഗെയിമറാണ്. നല്ല ഗെയിമേഴ്സിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക. വെറുതെ വാടകളെ വളർത്താതിരിക്കുക. നല്ല ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അക്ബറിനെ കുറിച്ച്